ഇലക്ട്രിക്കലിന്റെ ഏതൊരു പെട്ടിയാണ്. ഇതിന്റെ പേര് എന്നോട് മുമ്പ് ഒരാൾ പറഞ്ഞു, കോബോക്സ് എന്നാണ് അതിന്റെ പേര് പറഞ്ഞത്. ഈ പെട്ടിയിലാണ് ഞാനിപ്പോ ഈ ഒരു റേഡിയോ അസംബിൾ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ബോർഡ് ഞാൻ അസംബിൾ ചെയ്തല്ലോ, അത് അസംബിൾ ചെയ്ത ബോർഡ് വാങ്ങിയതാണ്. तत्व को तोड़ मरोड़ कर रखने का प्रयास किया, ये अत्यंत निंदनीय है। Talking to media in Parliament House, Parliamentary Affairs Minister Kiren Rijiju said a small clip of Mr. Shah's speech justifies that. अपमान किया और उनकी जो मनुस्मृति की आइडियोलॉजी है वो दर्शाता है कि वो खुद बाबा साहब अम्बेडकर के संविधान को रेस्पेक्ट नहीं देना चाहते हैं। Both houses of parliament were adjourned today for the day following ruckus by the opposition accused Lok Sabha. When the house reassembled after the adjournment at 2 p.m, the presiding officer disallowed the adjournment notices moved by the opposition members over various issues. തൃശ്ശൂരിന്ന് വാങ്ങിയതാണ് അത്. പിന്നെ അസംബിൾ ചെയ്തു വെച്ച ബോർഡ് തന്നെയാണ്. ഇത് ഗ്യാങ് കണ്ടൻസർ, ഇത് IC, ഇത് വോളിയം കൺട്രോള്. പിന്നെ ഈ ബാറ്ററി ഞാൻ റിമോട്ട് കൺട്രോളിൻ്റെ ബാറ്ററിൻ്റെ ആ കമ്പാർട്ട്മെൻറ്റ് അവിടെ കട്ട് ചെയ്ത് കണ്ട് ഫിറ്റ് ചെയ്താണത്. ഇത് ഈ ബാറ്ററി കണ്ടില്ല, ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്താൽ ഇതിപ്പോൾ 2 ബാറ്ററി ഇട്ടാൽ ഏകദേശം ഒരു 20-25 ദിവസം പോകുന്നുണ്ട്. പിന്നെ ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ബോർഡാണ്. അത് ഈ വാങ്ങിയ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയാണ്. അന്ന് അക്കാലത്ത് അതിന് 100 ചില്ല ഉറുപ്പ്യൻ്റെ വില ഉണ്ടായിരുന്നുള്ളൂ. 100 ചില്ല ഉറുപ്പ്യ, 120 110 ഓർമ്മയില്ല. പക്ഷെ നല്ല വർക്കിംഗ് ആണത്. FM റേഡിയോ റെയിൻബോ കിട്ടുന്നുണ്ട്, റേഡിയോ പിന്നെ കോഴിക്കോട് കിട്ടുന്നുണ്ട്, മഞ്ചേരി കിട്ടുന്നുണ്ട്, പിന്നെ അങ്ങനെ പല സ്റ്റേഷനും കിട്ടുന്നുണ്ട്. അതും പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കണം, ഇപ്പോൾ ഈ തണുപ്പ് കാലാവസ്ഥയിൽ കൂടുതൽ കിട്ടും. പക്ഷെ ഇത് ഞാനൊരു അത്ഭുതമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അറിവുള്ള ഇലക്ട്രോണിക് പഠിച്ച ആളുകൾക്ക് ഒരു ചിരട്ട കിട്ടുകയാണെങ്കിൽ അതിലും റേഡിയോ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ പഠിക്കുന്ന കാലത്ത് പഠിച്ചു കഴിഞ്ഞ ശേഷം അവർ പിന്നെ അത് ചെയ്യൂല, അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യില്ല. ഞാനും ഈ പറഞ്ഞമാതിരി പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ട്രാൻസ്മീറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബെൽഗുലർ അലാറം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഒരു വെറുതെ ഒരു ഹോബി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതേമാതിരി റേഡിയോ അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ ഇതേമാതിരിയുള്ള ബോർഡല്ല, കാലി ബോർഡാണ് കിട്ടുക. ആ കാലി ബോർഡിലുള്ള സ്പെയർ പാർട്സും ആ കേസും ഒക്കെ വെവ്വേറെ വാങ്ങിയിട്ട് ഞങ്ങൾ അസംബിൾ ചെയ്തിരുന്നത്. ഒരു റേഡിയോ അസംബിൾ ചെയ്യാൻ വെറും 2 മണിക്കൂർ മാത്രമേ സമയം വന്നിരുന്നുള്ളൂ. അന്ന് കോയമ്പത്തൂർ പോയിട്ട്, അന്ന് കോയമ്പത്തൂർ ഉക്കടത്തൊരു കട ഉണ്ടായിരുന്നു, ആ കടയിൽ പോയിട്ടായിരുന്നു അന്ന് സാധനങ്ങൾ വാങ്ങിയത്. കാരണം കോഴിക്കോട് നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി വില വരും, അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങും. അന്ന് ഒരു റേഡിയോ അസംബിൾ ചെയ്യാൻ ഒരു 175 160 175 ഉറുപ്പ്യ കൊണ്ട് 3 ബാൻഡ് റേഡിയോ അസംബിൾ ചെയ്യുക. 3 ബാൻഡ് അല്ലെങ്കിൽ 10 ബാൻഡ് ആയാലും 2-3 മണിക്കൂർ സമയം മതി അസംബിൾ ചെയ്യാൻ. അതേ സമയത്ത് റിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറോ 4 മണിക്കൂറോ മതി. അതിൽ കൂടുതൽ സമയം വേണ്ടി വരും. കാരണം ഇതിൻ്റെ ഫോൾട്ട്, കാരണം അന്നത്തെ മാതിരിയുള്ള സർക്യൂട്ട് ഇന്നത്തെ പോലുള്ള സർക്യൂട്ട് അല്ലല്ലോ അന്നുള്ളത്. അന്നത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ടിന് മുകളിൽ ഒരു അടയാള ചിഹ്നങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. വെറും പ്ലെയിനായിട്ട് ഒരു ബോർഡ്, ആ ബോർഡുമേലുള്ള സർക്യൂട്ടർ, ട്രാൻസിസ്റ്റർ, ഡയോഡ്, കണ്ടൻസർ, കപ്പാസിറ്റർ ഇതെല്ലാം വെച്ച് സോൾവ് ചെയ്ത് കണ്ട് വരുന്നതാണ്. അതിൻ്റെ ബോർഡ് മറിച്ച് നോക്കിയാലും നമ്മൾക്ക് ബോർഡിൻ്റെ അടിയിലുള്ളത് പെട്ടെന്ന് നമ്മൾക്ക് ഇത് അപ്പുറത്തുള്ള സാധനം ഏതാണ് നമ്മൾക്കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ നമ്മളത് തിരിച്ചും മറിച്ചും നോക്കണം. ആ സമയത്ത് ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ബോർഡ് ഇങ്ങനെ മറിച്ച് പിടിച്ചാൽ തന്നെ ബോർഡിൻ്റെ അടിയിൽ അപ്പുറത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് ഇവിടെ ബോർഡിന് നോക്കാൻ അറിയാൻ കഴിയും. അത്രക്കും ഒരു അടുക്കും ചുട്ടില്ലാത്ത രീതിയിലായിരുന്നു ആ കാലത്ത് ഈ ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, ഇതേമാതിരി ട്രാൻസ്ഫോമർ ഇതൊക്കെ ഫിറ്റ് ചെയ്തിരുന്നത്. ഇന്ന് അതേമാതിരി ഇന്നിപ്പോൾ ഒരു അടുക്കും ചുട്ടിയിലാണ്. പിന്നെയാണ് ഈ ഓരോ സാധനത്തിൻ്റെ
സ്പെയർ പാർട്സിൻ്റെ മുകളിലും അതിൻ്റെ അടയാള ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്. കൊടുക്കുന്ന രീതി എന്നല്ല, അതിൻ്റെ അടയാള ചിഹ്നം കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ, അതൊക്കെ ഇപ്പോൾ നമ്മൾ സ്വയം കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. അതവർ അതിൽ എഴുതിയിട്ടില്ല. എന്നാൽ ആ വാല്യൂ എഴുതിയ ബോർഡും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അടിയിലടുത്ത്. അല്ല, പണ്ട് കാലങ്ങളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വന്നിരുന്ന ഒരു ഓഡിയോ സർക്യൂട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വരഞ്ഞ് കാണിച്ചു തരാം. ഞാൻ വരഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, ഇത് ഇൻപുട്ട് ട്രാൻസ്ഫോമർ, ഇത് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ. ഇത് വരുന്നത് AC 128, AC 128, AC 188 എന്ന ട്രാൻസിസ്റ്ററുകളാണ്. പിന്നെ ഈ രണ്ട് ട്രാൻസിസ്റ്ററിന് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരുന്നു ഈ ഔട്ട്പുട്ടിൽ രണ്ടും. ഇത് രണ്ടും ജർമേനിയം ട്രാൻസിസ്റ്ററാണ്. ജർമേനിയം ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ മെറ്റൽ ട്രാൻസിസ്റ്റർ. ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ കൊടുത്തിരുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ, ഇത് ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട്, ഇത് ഇൻപുട്ട് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്റർ ഒറ്റ ട്രാൻസിസ്റ്റർ കൊടുത്തുള്ളത്. രണ്ട് ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. രണ്ട് ട്രാൻസിസ്റ്റർ ഒന്നുകൂടി കൂടി വരുമ്പോൾ ഇസ്സിങ് കൂടും വിചാരിച്ചു. അത് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം ഈ ഒരു ട്രാൻസിസ്റ്ററിൽ ഒന്നാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇത് സ്പാർട്സ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ചെയ്യാം. പിന്നെ ഇത് ഞങ്ങൾ ചെയ്തിരുന്ന കാലത്ത് ഞങ്ങളിത് പിന്നെ ഞങ്ങൾക്ക് ഇതിന് സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് അക്കാലത്ത് കൂടുതൽ സ്പെയർ പാർട്സ് കടകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സാധനം ഒന്നേ വാങ്ങിയിരുന്നു, ഒന്നിൽ കൂടുതൽ വാങ്ങിയിരുന്നില്ല. ഒന്ന് തകരാറ് വന്നു കഴിഞ്ഞാൽ പിന്നെയും വേണം നമ്മൾ കോഴിക്കോടായാലും മഞ്ചേരി എന്നുണ്ടായിരുന്നു, കോയമ്പത്തൂർ ആയാലും പോവുക. ആ കാലമാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ മാതിരി ഇന്ന് എവിടെ ഏത് ടൗണിൽ ചെന്നാലും ഇലക്ട്രോണിക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 128 AC 188 ഒരേ ട്രാൻസിസ്റ്ററാണ് ഞാൻ ആദ്യം എഴുതിയത്. എൻ്റെ ഓർമ്മവശ കൊണ്ട് സംഭവിച്ചാണ്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന അടുത്ത ട്രാൻസിസ്റ്റർ നമ്പറുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് കാണിച്ചും തരേണ്ട അടുത്ത വീഡിയോയിൽ.